പുരുഷ ലോകത്തോട് പറഞ്ഞു, നിങ്ങൾ താടി വളർത്തണം. ഇസ്ലാമിന്റെ നിയമമാണത്. മീശ വെട്ടി ചെറുതാക്കണം. ധാരാളം ഹദീസുകൾ വിശദീകരിക്കേണ്ടതില്ലാത്തത്ര 10-16ഓളം സ്വഹാബിമാരുടെ റിപ്പോർട്ടുകളിൽ, റിവായത്തുകളിൽ വ്യത്യസ്ത നിലക്ക് താടി വളരാൻ വിടുക, താടി വളർത്തുക, നിങ്ങൾ മീശ വെട്ടി ചെറുതാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ താടി വളർത്തുക എന്ന് പറയുമ്പോ അത് ഇസ്ലാം ഏറിയാൽ ഒരു പിടുത്തം കഴിഞ്ഞ് ബാക്കി വേണമെങ്കിൽ കട്ട് ചെയ്യാനാണ്. അതിലപ്പുറമുള്ള ഈ ചെറിയ താടിൻ്റെ ഉമ്മിക്കരി വെച്ചതുപോലെ അതൊന്നും താടിയാവില്ല. എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ് സഹോദരന്മാർ. ചിലർ ചോദിക്കണം, എന്താ നിർബന്ധ, എന്താ ചെയ്താ എന്താ കുഴപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ എനിക്ക് സ്വാതന്ത്ര്യമില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ഒരു സത്യവിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം വന്ന വിഷയത്തിൽ പിന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് തെരഞ്ഞെടുക്കട്ടെ എന്ന പ്രത്യേകമായ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമില്ല. ആരെങ്കിലും അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ സുവ്യക്തമായ വഴിപിഴപ്പാണ് പഴച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, പുരുഷലോകത്തിന് അല്ലാഹു തആല തന്നിട്ടുള്ള അനുഗ്രഹമാണ് അവന്റെ മുഖത്തെ രോമം. അതൊരിക്കലും വടിച്ച് വെളുപ്പാക്കിയിട്ടുള്ള സൗന്ദര്യ പ്രകടനം വേണ്ട. ചില ആളുകൾ പറയുന്നു, അതേ ഹദീസിലുണ്ട്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, നിശ്ചയമായും അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അതാ ദുർവ്യാഖ്യാനം എന്ന് പറയണേ. ദുർവ്യാഖ്യാനം ചെയ്യാൻ ഞാൻ ഹദീസ് ഓതിയിട്ട് എനിക്കൊപ്പിച്ച് അർത്ഥം വെക്കാം. ആ ഹദീസിന്റെ അർത്ഥം അതാണോ? അള്ള ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് ഉദ്ദേശം താടി വടിച്ച് വെളുപ്പാക്കണമെന്നാണോ? സ്ഥിരം ആൾക്കാർ ബ്രഷ് ചെയ്യും പോലെ കണ്ണാടിയിൽ നോക്കിയിരുന്നും വെളുക്കുകയാണ് എല്ലാ ദിവസവും. മുസ്ലിമിന്റെ ഒരു ദിവസം നമ്മളെ വിഷയമായി. അപ്പൊ പല്ല് വെക്കുക, ബ്രഷ് ചെയ്യുക, ആ രൂപത്തിലുള്ള സംവിധാനം, കുളിയൊക്കെ നടത്തുക, നിങ്ങൾ തടവിയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ നോമ്പുണ്ടോ നൗട്ടനെ വടിച്ച് ക്ലീനാക്കി. സഹോദരന്മാരെ, ദിനേന ഈ ഹറാം എന്തിനാ ചെയ്യുന്നത്? ഇത് വലിയ വിഷയമാണ്, വലിയ ഗൗരവമുള്ള സംഗതിയാണ്. നമ്മൾ എന്തിനാണ് ഈ വിഷയത്തിൽ ഒരു സുന്നത്തല്ലേ, സുന്നത്തോ നിർബന്ധമോ അവിടെ നിൽക്കട്ടെ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചൊരു കാര്യമല്ലേ, നമ്മൾ എന്തിനാണത് പഠിച്ചു നീക്കുന്നത്, എന്തിനാണത് ഒഴിവാക്കുന്നത്? ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരോടാ ധിക്കാരം കാണിക്കുന്നത്, ആരെയാണ് എതിർക്കുന്നത്? നാളെ പരലോകത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൃദ്ധമായ താടിയുള്ള നേതാവിന്റെ മുഖത്തേക്ക് നമ്മൾ ഈ ക്ലീൻ ഷേവ് കൊണ്ട് നോക്കണ്ടേ? അള്ളാന്റെ റസൂലിനെ കാണണ്ടേ? അവിടുത്തെ കയ്യിൽ നിന്ന് നമുക്ക് ഹൗദുൽ കൗസർ കിട്ടണ്ടേ? അത് കുടിക്കണ്ടേ? നമ്മൾ മനസ്സിലാക്കണം. ആരെയും കുറ്റപ്പെടുത്തല്ല സഹോദരന്മാരെ, വേദന കൊണ്ട് പറയാണ്. എല്ലാവരും അവരെ, ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുക, ഓരോരുത്തരും ശ്രദ്ധിക്കുക, നമ്മളിതൊന്ന് ശ്രദ്ധിക്കുക. എന്താ നമുക്കതുകൊണ്ടൊരു നഷ്ടം? എന്താണ് നമുക്ക്? എത്ര സമയലാഭമാണ്? എല്ലാ ദിവസവും ഇതിങ്ങനെ വടിച്ചു വെളുപ്പാക്കാൻ എത്ര നേരം വേണം, എത്ര ബ്ലേഡ് വാങ്ങണം, എത്ര സമയനഷ്ടമാണ്, അത് പതപ്പിക്കാൻ എത്ര സോപ്പ് വാങ്ങണം. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് നിങ്ങളോട് ചെയ്യൂ എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച ഒരു കാര്യം നമ്മൾ എന്തിനു വേണ്ടി സഹോദരന്മാരെ ഒഴിവാക്കണം? ഞാൻ ആരെയും പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയാണെന്ന് ഇത് കേൾക്കുന്ന ഒരു മാന്യരായ ശ്രോതാക്കളും തെറ്റിദ്ധരിക്കരുത്. അള്ളാഹുവിന്റെ കോടതിയിൽ ഈ സംസാരമുണ്ടാകും, ഞാനും ഉണ്ടാകും, നിങ്ങളും ഉണ്ടാകും. ആർക്കും വേണ്ടിയിട്ടല്ല പറയുന്നത്. നമ്മുടെയൊക്കെ ഖബർ ശാന്തമായ ഖബറാവണം, നമുക്കവിടെ സമാധാനം കിട്ടണം, പരലോകത്ത് നമുക്ക് പുണ്യം കിട്ടണം. ആ ഒരൊറ്റ ഒരു വികാരം മാത്രമേ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകാവൂ. അല്ലാതെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുകയാണ് ആരെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ആ ചിന്താഗതി നിങ്ങൾ മാറ്റം വരുത്തണമെന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. മാത്രല്ല, ചില ആളുകളൊക്കെ ഇത് ദുർവ്യാഖ്യാനിക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ ഹദീസ് ഓതിയിട്ടാ ചിലർ പറയുന്നത് താടി പഠിച്ച് വെളുപ്പാക്കുക വേണ്ടത്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ല ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ പറഞ്ഞത്? ഇത് കേട്ടത് ഞാനോ നിങ്ങളോ അല്ലല്ലോ, സഹാബിമാരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോഴും അവിടുത്തെ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട്. എന്ത്? അല്ല ഭംഗിയുള്ളവനാണ്, ഭംഗിയുള്ളവനെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് താടി വടിക്കണം എന്ന് പറയുന്ന ഹദീസ് അതാരാ പറയണേ? അള്ളാഹിന്റെ റസൂല്. പറയുമ്പോ അവിടുത്തെ മുഖത്ത് ഒരുപാട് താടി രോമങ്ങളുണ്ട്, സമൃദ്ധമായ താടിയുണ്ട്. കേൾക്കുന്നവരാരാ? സഹാബത്ത്. കേൾക്കുന്ന സഹാബത്തിന്റെ മുഴുവൻ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട്. അവർക്ക് ആർക്കും, പറഞ്ഞ റസൂലുള്ളാഹിക്കും തോന്നിയില്ല, കേട്ട സഹാബത്തിനും തോന്നിയില്ല, ഞാൻ ഈ പറഞ്ഞ ഹദീസ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ കേട്ട ഹദീസ് ഞങ്ങളെ താടിക്ക് എതിരാണ്. അവർക്കാർക്കും തോന്നിയില്ല. അവർക്കൊന്നും മനസ്സിലാകാതെ എങ്ങനെ സുഹൃത്തുക്കളെ ആ ഹദീസിന്റെ വ്യാഖ്യാനം അങ്ങനെയെന്ന് നമ്മളിൽ ചിലർക്ക് മനസ്സിലായത്. അപ്പൊ അത് ദുർവ്യാഖ്യാനല്ലേ?
ഇതാ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിനു വേണ്ടി ശ്രദ്ധിക്കണം. ഒരു പുണ്യം നഷ്ടപ്പെടുത്തി കളയരുത് സുഹൃത്തുക്കളെ. ഉറങ്ങുമ്പോൾ പോലും നമുക്ക് നന്മയുടെ ഗണത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മമുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്തുള്ള താടിരോമമാണ്. ഉറങ്ങുമ്പോൾ പോലും ആ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെ സഹോദരിമാരോടും പറയാൻ, നിങ്ങൾ ഒരൊറ്റ ഭർത്താക്കന്മാരെ അതിനു വേണ്ടി വടിക്കാൻ പ്രേരിപ്പിക്കരുത്. പല ഭർത്താക്കന്മാരോട് സംസാരിച്ചപ്പോൾ ഒരു പറയുന്നത് എന്റെ ഭാര്യ നിർബന്ധിച്ചിട്ടാണ്. ആ സഹോദരൻ ചിന്തിക്കണ്ട, ഈ ഭാര്യ ഖബറിലുണ്ടോ? ഈ ഭാര്യ നാളെ പരലോകത്ത് ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ ഓടൂലേ? ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ ഓടൂലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. മനുഷ്യൻ അവന്റെ മാതാപിതാക്കളിൽ നിന്ന് ഓടുന്ന ദിവസം, ഭാര്യയിൽ നിന്ന് ഓടുന്ന ദിവസം, മക്കളിൽ നിന്ന് ഓടുന്ന ദിവസം, ആർക്കും ആരെയും വേണ്ട, ആർക്കും ആരുടെയും കാര്യം നോക്കാൻ നേരമില്ല. എല്ലാവർക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടേതായ പ്രശ്നങ്ങൾ തന്നെ എമ്പാടുമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കാര്യം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അതുപോലെ തന്നെ മീശ, കട്ടിയുള്ള മീശ അങ്ങനെ വെക്കും, താടി ഇങ്ങനെ വടിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മീശ പറ്റ വടിച്ചു കളയലല്ല വേണ്ടത്, ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചുണ്ടിന്റെ ചെമപ്പ് വെളിവാകുന്ന നിലക്ക് ഇങ്ങോട്ട് തൂങ്ങരുത്. മീശയുടെ രോമം ചുണ്ടിലേക്ക് നീങ്ങരുത്. അതുകൊണ്ട് അതിന്റെ ആ കൃത്യമായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അതിന്റെ ബോർഡർ വരച്ചു വെച്ചതുപോലല്ലേ ആ ചുണ്ടിന്റെ ആ ശഫത്ത്, ആ ചുമപ്പ് വെളിവാകുന്ന നിലക്ക് അവിടേക്ക് അല്പം തൂങ്ങി നിൽക്കുന്നതൊക്കെ വെട്ടി ക്ലിയർ ആക്കുക. എന്നാണ് ഇസ്ലാം പറഞ്ഞു. ഹല്ലിഖുശവാരിബ് എന്നല്ല ഹദീസിലുള്ളത്. നിങ്ങൾ മീശ വടിക്കുക എന്നല്ല, ചെറുതാക്കുക. എന്നിട്ട് അത് ചിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെട്ടിന്ന് കളഞ്ഞാൽ അത് ആ ചുണ്ടിലേക്ക് ഇറങ്ങാതെ ആ നിലക്കാക്കി തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരണം. നമ്മളിതിങ്ങനെ ഭയങ്കര കട്ടിയുള്ള മീശയും വെച്ച് താടി ഇങ്ങനെ വടിക്കുകയും ചെയ്ത് അതിങ്ങനെ തൂങ്ങി ആ ആഭാസകരമായ ഒരു മുസ്ലിമിന് പറ്റൂല. നമ്മളത് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നവർ പലരും ഉണ്ടാവും. നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താണ് ആ രണ്ടാമത്തെ കലിമ? വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, നിശ്ചയമായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. അള്ളാന്റെ റസൂലായിട്ട് അള്ള ഞങ്ങളിലേക്ക് അയച്ച മുത്തു നേതാവാണ്. ആ നേതാവ് പറഞ്ഞതിൽ പൊളിയില്ല, മുഴുവനും സത്യമാണ്. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ്. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും കാലോചിതമാണ്. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും എല്ലാ കാലത്തേക്കും ഫിറ്റായ നിയമങ്ങളാണ്. ഇതാ നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ട് അതിനോട് നമുക്ക് കൂറുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ആ ഒരു നിലക്കുള്ള മാറ്റത്തിന് വിധേയരാകണം. അതുപോലെ തന്നെ ഏതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നരച്ച മുടിയുടെ കളറ് മാറ്റുന്ന വിഷയമാണ്. ഡൈ ചെയ്ത് കറുത്ത നിറത്തിലാക്കാൻ പാടുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മക്കം ഫത്ഹിന്റെ ദിവസമതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പയായ അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടുവരപ്പെട്ടപ്പോൾ പ്രായം ചെന്ന വയോവൃദ്ധനായ അബൂ ഖുഹാഫ, അദ്ദേഹത്തിന്റെ തലയും അതുപോലെ തന്നെ താടിയുമൊക്കെ വല്ലാതെ നരച്ച് തിളങ്ങി വെളുത്ത രൂപത്തിലുള്ള താടിയും തലയും കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗയ്യിറൂ ഹാദാ ബിശൈഇ, വല്ല കളറുകളും കൊടുത്തുകൊണ്ട് ഇതൊന്ന് ചേഞ്ച് ചെയ്യൂ, ഈ നരയൊന്ന് മാറ്റിയെടുക്കൂ, അതിന്റെ കളറൊന്ന് മാറ്റാൻ പറഞ്ഞു. പക്ഷേ ഉടനെ തന്നെ പറഞ്ഞു, വജ്തനിബുസ്സവാദ്, കറുപ്പ് ഒഴിവാക്കുകയും ചെയ്യുക. അപ്പൊ നല്ല കറുപ്പ്, ബ്ലാക്ക് ഒഴികെയുള്ള ഏത് കളറും കൊടുക്കാം. ബ്ലാക്ക് ഒഴികെയുള്ള ഏത് കറുപ്പ്, ചോപ്പോ പഞ്ഞയോ അതുപോലെ തന്നെ ഈ എന്താണ് മറ്റേ ബ്രൗണോ, എങ്ങനെ കാപ്പി കളറോ എങ്ങനെയാണെങ്കിൽ അതൊക്കെ ആവാം. മറിച്ച് കറുപ്പ് കൊടുക്കുമ്പോൾ ഒറിജിനൽ മുടിയുടെ കളറായി. അത് പാടില്ല. എത്രത്തോളം അങ്ങനെ ആ രൂപത്തിൽ അങ്ങനെ പ്യുവർ ബ്ലാക്ക് കൊടുക്കുന്നത് സ്വർഗത്തിന്റെ പരിമളം പോലും നിഷേധിക്കപ്പെടാൻ നിമിത്തമാകും എന്ന് വരെയുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളിങ്ങനെ ഈ കളർ ഡൈ ചെയ്ത് അങ്ങനെ ആ രൂപത്തിലാക്കുമ്പോൾ അത് ഇസ്ലാം വിരോധിച്ചൊരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഗൗരവത്തോടുകൂടെ അറിയേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും പലപ്പോഴും എല്ലാ ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ കറുപ്പല്ലാത്ത നിറങ്ങൾ കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രോത്സാഹിപ്പിച്ചു. കറുപ്പ് ശരിയല്ല. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യും? നിരങ്ങനെ തുടങ്ങുമ്പോൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. കുറെ ആകുമ്പോൾ അവനത് കളറൊക്കെ മാറ്റും, പറിച്ചെടുക്കും, പ്ലക്ക് ചെയ്തെടുക്കുക. എന്താണ് അതിന്റെ വിധി?
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻതിഫു ശൈബ്, നിങ്ങൾ നര പറിച്ചെടുക്കരുത്, നരച്ച മുടി നിങ്ങൾ പറിച്ചെടുക്കരുത്. ഫഇന്നഹു നൂറുൽ മുസ്ലിമി മൻ ശാബ ശൈബതൻ ഫിൽ ഇസ്ലാമി കതബല്ലാഹു ലഹു ബിഹാ ഹസനതൻ വകഫറ അൻഹു ഖതീഅതൻ വറഫഅഹു ബിഹാ ദറജതൻ. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. നിങ്ങൾ നരച്ച മുടി പറിച്ചെടുക്കരുത്, അത് മുസ്ലിമിന്റെ പ്രകാശമാണ്. ആരെങ്കിലും ഇസ്ലാമിൽ മുസ്ലിമായ നിലക്കവന് നരവന്ന് കഴിഞ്ഞാൽ അള്ളാഹു അത് മുഖേന അവന് പുണ്യം രേഖപ്പെടുത്തുന്നു. അവന്റെ പാപങ്ങൾക്കതാ അതിൽ നിന്ന് പൊറുക്കപ്പെടുന്നു, അവന്റെ പാപം പൊറുക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിങ്കലേക്കുള്ള അവന്റെ പദവി അത് മുഖേന ഉയരുകയും ചെയ്യുന്നു. അപ്പൊ അത് പറിച്ചെടുക്കാൻ പാടില്ല. ഒരാൾ പ്രായമായിട്ട് ഇങ്ങനെ വരുമ്പോ അയാൾക്കത് ഇസ്ലാമികമായിട്ട് കൂടുതൽ പരലോകത്തെ പറ്റി ജാഅക്കുമുൻ നദീർ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലയോ? മുന്നറിയിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ നേരെയാണ്, അങ്ങനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. മുന്നറിയിപ്പുകാരൻ വന്നില്ലയോ? അതെ, കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളോട് പറയണേ സമയമായിട്ടുണ്ട്, പോകാനായി തുടങ്ങിയിട്ടുണ്ട്, ചിന്തിക്കാനായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെയാണ് അല്ലേ? മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നും ഈ ഓജസ്സും തേജസ്സുമുണ്ടോ? ഈ തൊലിയുടെ മാർദ്ധവമുണ്ടോ? ഇത് ചുക്കിച്ചുളിയുന്നു, കണ്ണുകുഴിയുന്നു, മൂക്ക് വളയുന്നു. അതേ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും അതേ വല്ലാത്ത രൂപത്തിലുള്ള തളർച്ച ബാധിക്കുന്നു, ഓർമ്മശക്തി മങ്ങുന്നു, കേൾവി മങ്ങുന്നു, കാഴ്ച മങ്ങുന്നു. ഇതാ ജീവിതം. ഒരു നല്ല ആപ്പിള് എത്ര നേരം അതിന്റെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് കഴിയും? ഒരു നല്ല ഓറഞ്ച് അതിന്റെ ഭംഗി എത്ര നേരം ആസ്വദിക്കാൻ കഴിയും? കുറച്ച് കഴിയുമ്പോഴേക്കതാ ചീഞ്ഞു നാറി കെട്ടുപോയി. ഇതേപോലെയാണ് നമ്മളും, മനുഷ്യന്റെ ജീവിതം അതാണ്. പെട്ടെന്ന് നശിച്ചു പോകുന്നു. മാറ്റങ്ങൾ, ചേഞ്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ, ജീവിതം അത്രയേയുള്ളൂ. ആ ഉള്ള ജീവിതത്തിനിടക്ക് റബ്ബിന് വെറുപ്പുള്ളത് ചെയ്യാതിരിക്കാൻ നോക്കലാണ് ബുദ്ധി. ആ സഹോദരന്മാരെ നമ്മൾ ചെയ്യേണ്ടത്. കഴിയുന്നത്ര നമ്മൾ അത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. നരപറിച്ചെടുക്കൽ പെണ്ണുങ്ങൾക്ക് പറ്റും, ആണുങ്ങൾക്ക് കുഴപ്പമൊന്നും ആരും വിചാരിക്കണ്ട. ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നരച്ച മുടിയൊന്നും കാണണ്ടെന്നുള്ളതിലേക്ക് പെണ്ണിന് ഡൈ അടിക്കാൻ പറ്റുമോ? കറുപ്പ് പാടില്ല. പെണ്ണാണെങ്കിലും പറ്റൂല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒക്കെ ഈ നിയമത്തിലുള്ള കാര്യങ്ങൾ തുല്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞതാണ്, ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാത് വന്നാമിസാതി വൽ മുതനമ്മിസാത് വൽ മുതഫല്ലിജാതി ലിൽ ഹസനി അൽ മുഗയ്യിറാതി ഖൽഖില്ലാഹ്. അല്ലാഹു ശപിച്ചിരിക്കുന്നു, അല്ലാഹു ശപിച്ചിരിക്കുന്നു ആരെയൊക്കെ? അൽ വാശിമാത്, അലങ്കാരത്തിന് വേണ്ടി അതാ പച്ചകുത്തുന്ന പെണ്ണുങ്ങളെ, പച്ചകുത്തുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും അതാ അല്ലാഹു ശപിച്ചിരിക്കുന്നു. കണ്ടിട്ടില്ലേ? പല ആളുകളും എല്ലായിടങ്ങളും നമ്മളെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നത് ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലാ പച്ചകുത്തുന്നത്. പ്രത്യേകമായിട്ട് രൂപത്തിൽ ഇടങ്ങേറായി അത് സൂചി കുത്തി പൊള്ളിച്ച് ഉള്ളിൽ എന്തൊക്കെ നിറച്ച് പല കളറിലായിട്ട് പച്ചകുത്ത്. കയ്യിലും മുഖത്തും അതുപോലെ തന്നെ കൈത്തണ്ടയിലും കൈയിന്റെ മുഴങ്കയിലും കാലിലും എവിടെയൊക്കെയാണോ ചെയ്യാൻ പറ്റുക അവിടെയൊക്കെ പച്ചകുത്തുന്ന രീതി അള്ളാഹിന്റെ ശാപം കിട്ടുന്ന കാര്യമാണ്. അത് ചെയ്യുന്ന പുരുഷനെയും അത് ചെയ്യുന്ന സ്ത്രീയെയും അള്ളാഹ് ശപിച്ചിട്ടുണ്ട്. എന്താ ശാപം? ലഅനത്ത്, അള്ളാഹിന്റെ ശാപം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഭയങ്കരമായ തെറ്റാണ്. അതെ, അപ്പൊ നമ്മൾ സമാധാനിക്കും, അതൊന്നും ഏതായാലും ഞങ്ങൾ ചെയ്യുന്നില്ല, അതൊക്കെ വേറെ ചില ആളുകളാണ്. എന്നാ കേട്ടോ, പൊതുവിൽ സ്ത്രീകളിൽ കാണുന്ന ഒരു സമ്പ്രദായം വന്നാമിസാതി വൽ മുതനമ്മിസാത്ത്, പുരികം നേർപ്പിക്കുന്ന പെണ്ണുങ്ങളെയും അത് ചെയ്തു കൊടുക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. കണ്ടോ, പുരികം ഒന്നുകിൽ പറ്റൻ വടിച്ചു കളയും പെണ്ണുങ്ങൾ, പറ്റ പുരികാണ് വടിച്ചു കളഞ്ഞിട്ട് പിന്നെ ഐലൈനർ കൊണ്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ അതിങ്ങനെ മേലോട്ട് കൊണ്ടുപോയിട്ട് മുഖത്തിന്റെ വിസ്തൃതം കൊണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കോലത്തിലും മുകളിലേക്കും ചാഞ്ഞും, അതുപോലെ തന്നെ ഉള്ള മുടി പറ്റ വടിച്ചു കളയാതെ രണ്ട് സൈഡ് ഇങ്ങനെ കൃത്യമായിട്ട് വടിച്ചു കളഞ്ഞ് ഇങ്ങനെ ഒരു നൂല് പോലെയാക്കലും, ഏതെല്ലാം ഇന്ന് സലൂണുകളിൽ വെച്ചും അല്ലാതെയും ഒക്കെ ആളുകൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുവോ എല്ലാം അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണ്. പാടില്ല. അതവസരത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ കാഴ്ചക്ക് ഭംഗം വരുന്ന നിലക്ക് പുരികം വല്ലാതെ തൂങ്ങി നിൽക്കുന്നുണ്ട്, അത് കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്യാം. ഇതല്ല, ഇത് പറ്റ വടിച്ച് അല്ലെങ്കിൽ നേർപ്പിച്ച് അതിങ്ങനെ അമ്പ് പോലെ മറ്റു രൂപത്തിലൊക്കെ ആക്കി പല രൂപത്തിൽ, അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന പുരികമുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മുറിച്ച് വേറെയാക്കി ഏതെല്ലാം രൂപത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുവോ സഹോദരിമാരെ, പാടില്ല.
പാടില്ല. അതുപോലെ തന്നെ പല്ലുകൾക്കിടയിൽ പ്രത്യേകം രാഗി വടവുണ്ടാക്കുക, ഉള്ള പല്ല് ചെറുതാക്കുക, ആ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും അതൊക്കെ പാടില്ലാത്ത സംഗതിയാണ്. അതുപോലെ തന്നെ കേട്ടോ, ലഅനല്ലാഹുൽ വാസില വൽ മുസ്തൗസില, മുടി കൂട്ടിച്ചേർക്കുന്ന പെണ്ണിനെയും അതിനാവശ്യപ്പെടുന്നവളെയും അത് ചെയ്തു കൊടുക്കുന്നവളെയും ഒക്കെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. കൃത്രിമ മുടി കൂട്ടിച്ചേർക്കാൻ പാടില്ല. എത്രത്തോളം നമ്മൾ അത് ചിലപ്പോൾ നിർബന്ധിത സാഹചര്യമൊക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്തൂടെ എന്ന് ഒരു പക്ഷേ സഹോദരന്മാരെ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കും. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ ഉമ്മ പറയാണ്, സഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ്. ഇന്നംറഅതൻ മിനൽ അൻസാരി സവ്വജത് ബിനതൻ ലഹാ ഫഷ്തകത് ഫതസാഖത ശഅറുഹാ فأتت النبي صلى الله عليه وسلم فقالت إن زوجها يريدها أفأصل شعرها فقال رسول الله صلى الله عليه وسلم لعن الواصلات. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതേ ആ കാലത്ത് നടന്ന സംഭവം പറയുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഇന്നംറഅതൻ മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരു സഹോദരി, ഒരു സ്ത്രീ, അൻസാരിയായ ഒരു സഹാബ വനിത, സവ്വജത് ഇബ്നതൻ ലഹാ, അവരുടെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു, നിക്കാഹ് ചെയ്തു കൊടുത്തു. ഫസ്തകത്ത്, ആ കുട്ടി രോഗിയായി. ഫതസാഖത ശഅറുഹാ, ആ പെൺകുട്ടിയുടെ മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി. ഫഅതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അൻസാരി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇന്ന സൗജഹാ യുരീദുഹാ, ഈ പെൺകുട്ടിയെ, ഈ വധുവായ പെൺകുട്ടിയെ ഭർത്താവിന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കേണ്ട ദിവസമായിട്ടുണ്ട് നബിയെ. ആ കുട്ടിക്കാണെങ്കിൽ മുടി കൊഴിച്ചിലുണ്ട്, മുടിയൊക്കെ കൊഴിഞ്ഞ് മുടിയുടെ ഉള്ളൊക്കെ പോയി, മുടിയൊക്കെ നഷ്ടമായിട്ടുണ്ട്. അഫഅസിലു ശഅറഹാ, അവളുടെ മുടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെയോ, മുടി കുറച്ച് കൂട്ടിച്ചേർത്ത് വെക്കട്ടെയോ എന്ന് ചോദിക്കുകയാണ്. എത്ര നിർബന്ധിതമായ സാഹചര്യമാണ് നിങ്ങൾ ഓർക്കണം. അതേ നവവധുവാണ് എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം. ആ പെണ്ണ് ചെറുപ്പക്കാരിയായ ഒരു പുതുപെണ്ണായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. അങ്ങനത്തെ പെണ്ണിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഅനല്ലാഹുൽ വാസിലാത്ത്, അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു, മുടി കൂട്ടിച്ചേർക്കുന്നവളെ ശപിച്ചിരിക്കുന്നു. അതേ ലുഇനൽ വാസിലാത്ത്, ഇങ്ങനെ മുടി ചേർക്കപ്പെടുന്നവൾ ശപിക്കപ്പെട്ടവളാണ്. സഹീഹ് മുസ്ലിമിലുള്ളതാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ അലങ്കാരത്തിന് വേണ്ടി മുടി കൂട്ടിച്ചേർക്കുക, ഇതാണുങ്ങൾക്കും ബാധകമാണ്. ആണുങ്ങൾ മുടിയില്ലാത്ത ആളുകൾ ഇങ്ങനെ പല രൂപത്തിലുള്ള പരസ്യങ്ങളും സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ മുടിവെക്കും. പാടില്ല എന്ന് തന്നെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാമികമായ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക സഹോദരന്മാരെ. ആണായാലും പെണ്ണായാലും ഇങ്ങനെ മുടി കൂട്ടിച്ചേർത്ത് കൃത്രിമ മുടി വെച്ച് അലങ്കാരങ്ങൾ കൊണ്ട് നടക്കാൻ പാടില്ല. മാത്രമല്ല, ഇന്ന് ചില സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, മതബോധം ഉണ്ട് എന്ന് പറയുന്നവരും ഇവിടെ വന്ന് നോക്കുമ്പോ കിട്ടിയ വേറെ സ്റ്റൈലുണ്ട്. അതെന്താ, മുടിക്കെട്ട് പോലെ ഒന്നാകെ ഇങ്ങനെ കെട്ടിവെച്ച് അയിമൽക്ക് ഇങ്ങനെ മക്കനെ വെച്ച് വേറൊരു കോലത്തിലാക്കുക, തലന്റെ വലുപ്പം ഒന്നാകെ ഇങ്ങോട്ട് കാണിക്കുകയാണ്. അതിനൊരു പക്ഷേ കൃത്രിമ മുടിക്കെട്ട് തന്നെ വെക്കും. ഇല്ലെങ്കിൽ മാർക്കറ്റുകളിൽ ആ രൂപത്തിലുള്ള റിബണുകളും മറ്റു രൂപത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചാൽ ഒന്നാകെ കണ്ട് പൊന്തിരും. ഇതൊക്കെ കൂടി പെണ്ണിന്റെ മുടിയാണ് തോന്നിപ്പിക്കണ നിലക്ക് അതാ പർദ്ദക്കെട്ട് അതിനാ സ്റ്റൈലിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടി അതിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഒന്നാകെ തല എന്തോ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മാഇലാ, അതേ ആ പെണ്ണുങ്ങളുടെ തലകൾ കാസ്നിമത്തിൽ ബുഖ്തിൽ മായില, ചാഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ചാഞ്ഞും ചരിഞ്ഞും കൊണ്ടിരിക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞകളെ പോലെയുള്ള തലകളുമായി നടക്കുന്ന പെണ്ണുങ്ങൾ, അവരുടെ തലമുടി കൊണ്ടത് മുകളിലേക്ക് കെട്ടിവെച്ച്, അതല്ലെങ്കിൽ അതേ പുരുഷന്മാരെ പോലെ അടിയിൽ തൊപ്പിയും തലപ്പാവ് പോലെയൊക്കെ ചുറ്റിക്കെട്ടിയിട്ട് പിന്നെ അതിന്മേലിങ്ങനെ തട്ടവും ചുറ്റിക്കെട്ടിയിട്ട് തലയിലതാ ഒരു പൂഞ്ഞ പോലെ കെട്ടിവെച്ച് ബാക്കിലും മുന്നിലുമൊക്കെ ആയിക്കൊണ്ട് ആ രൂപത്തിലുള്ള വശീകരണ മോഡലുമായി കൊണ്ടുള്ള തലയുമായി നടക്കുന്ന പെണ്ണ്, ലാ യദ്ഖുൽനൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കൂല. വലാ യജിദിന റീഹഹാ, സ്വർഗീയ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കിട്ടില്ല. മനസ്സിലാക്കണം. അപ്പൊ കൃത്രിമ മുടികൾ ചേർത്ത് മുടിക്കെട്ട് വലുതാക്കിയിട്ടോ
അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ തൊപ്പിയും തലപ്പാവൊക്കെ അണിഞ്ഞിട്ട് തല കനപ്പിച്ചിട്ടോ ഒക്കെ നടക്കുന്നത് തെറ്റാണ്.